നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് പൈവളികയിലെ 15-കാരിയുടെ മരണം കൊലപാതകമാണോ എന്ന് പരിശോധിക്കണമെന്ന് ഹൈക്കോടതി. ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് വ്യാഴാഴ്ച ഹാജരാക്കണമെന്നും നിർദ്ദേശം. ചൗക്കി കമ്പാർ റോഡിലെ ദൊഡ്ഡിയിലെ അപകട മേഖല കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് സന്ദർശിച്ചു. MLAയുടെ നിർദ്ദേശപ്രകാരം PWD അസിസ്റ്റന്റ് എഞ്ചിനീയറും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. കലിയോക്കീഷിന്റെ വലം കൈയായ കാസർഗോഡ് സ്വദേശി മയക്കുമരുന്നുമായി പിടിയിൽ. മൊഗ്രാൽ നാങ്കി കടപ്പുറം സ്വദേശി അബ്ദുൽ അസീറിനെയാണ് മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ധർമ്മസ്ഥല ക്ഷേത്രത്തിന് സമീപം നേത്രാവതി പുഴ ശുദ്ധീകരിക്കുവാൻ 1000-ലധികം പേരുടെ ശ്രമദാനം. പുഴയിൽ മാലിന്യം കുന്നുകൂടിയതോടെയാണ് ശുചീകരണം നടത്തിയത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 11,72,60,353 രൂപ ചിലവും 11,55,09,764 രൂപ വരവും കാണിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി അവതരിപ്പിച്ചത്. ഭാരതീയ അഭിഭാഷക പരിഷത്ത് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പൈവളികയിലെ 15-കാരിയുടെ മരണം കൊലപാതകമാണോ എന്ന് പരിശോധിക്കണമെന്ന് ഹൈക്കോടതി. മാതാവ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കവേ ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് വ്യാഴാഴ്ച ഹാജരാക്കണമെന്നും നിർദ്ദേശം. പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണം തൃപ്തികരമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. പൈവളികയിൽ 15 വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമെന്ന് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. പെൺകുട്ടിയെയും അയൽവാസിയെയും തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ ദുരൂഹതയുണ്ടെന്നും കൊലപാതക സാധ്യത അന്വേഷിച്ചിട്ടുണ്ടോയെന്നും പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് MB സ്നേഹലത എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. മരണകാരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് പോലീസ് ഉറപ്പിക്കണമെന്നും ബെഞ്ച് ആവശ്യപ്പെട്ടു. സർക്കാർ കേസിൻ്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിക്ക് കൈമാറി. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മറുപടി നൽകുവാൻ ഹർജിക്കാരുടെ അഭിഭാഷകന് കോടതി ഒരാഴ്ച സമയം അനുവദിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടുകളും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ കോടതിക്ക് കൈമാറുമെന്നും ഗവൺമെൻറ് പ്ലീഡർ അറിയിച്ചു. പെൺകുട്ടിയെ ഫെബ്രുവരി 11 മുതലാണ് കാണാതായത്. അതേ ദിവസം തന്നെ കുട്ടിയുടെ കുടുംബവുമായി അടുപ്പമുണ്ടായിരുന്ന 41 വയസ്സുകാരനായ ടാക്സി ഡ്രൈവർ പ്രദീപിനെയും കാണാതായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം വീടിന് സമീപം ഇരുവരെയും തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതേസമയം കാണാതായ വ്യക്തികളെക്കുറിച്ചുള്ള കേസുകളിൽ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടുന്ന കേസുകളിൽ അന്വേഷണം നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങൾ നിലവിലുള്ള സർക്കുലറുകളെ അടിസ്ഥാനമാക്കി പുറപ്പെടുവിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും കോടതി വാക്കാൽ വ്യക്തമാക്കി. കേസ് അടുത്ത വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചൗക്കി കമ്പാർ റോഡിലെ ദൊഡ്ഡിയിലെ അപകട മേഖല കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് സന്ദർശിച്ചു. MLAയുടെ നിർദ്ദേശപ്രകാരം PWD അസിസ്റ്റന്റ് എഞ്ചിനീയറും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. റോഡരികെ ഇടിഞ്ഞു താഴ്ന്ന് വലിയ കുഴി തന്നെ രൂപപ്പെട്ട ഇവിടെ അപകടം തുടർക്കഥയാണ്. അപകടം ഒഴിവാക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരുൾപ്പെടെയുള്ളവർ പ്രതിഷേധ രംഗത്താണ്. ചൗക്കി ജംഗ്ഷനിൽ നിന്നും കമ്പാർ റോഡിൽ വെറും 500 മീറ്റർ മാത്രം ദൂരമുള്ള ദൊഡ്ഡിയിലാണ് റോഡരിക് ഇടിഞ്ഞു വീണ് വലുതായ ഓവുചാൽ അപകടം വിളിച്ചോതുന്നത്. 1.5 വർഷത്തിനുള്ളിൽ ഇവിടെ നടന്ന വാഹനാപകടങ്ങളിൽ 3 ജീവനുകളാണ് നഷ്ടമായത്. കഴിഞ്ഞ ദിവസം കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് ചൗക്കിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ ബദ്രംപള്ളയിലെ ഹമീദിന് പരിക്കേറ്റിരുന്നു. ഇത്തരത്തിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് സ്ഥലം സന്ദർശിച്ചത്. MLAയുടെ നിർദ്ദേശപ്രകാരം PWD അസിസ്റ്റന്റ് എഞ്ചിനീയറും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിഷയത്തിൽ ഇടപെടൽ നടത്താമെന്ന് NA നെല്ലിക്കുന്ന് MLA അറിയിച്ചതായി ചൗക്കിയിലെ പൊതുപ്രവർത്തകനായ കരീം ചൗക്കി പറഞ്ഞു. ഈ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ MLAയുമായിട്ട് ബന്ധപ്പെടുകയും വൈകുന്നേരം MLA
മറ്റ് നേതാക്കന്മാരൊക്കെ ഇവിടെ സന്ദർശിച്ച് PWD എഞ്ചിനീയറുമായി ബന്ധപ്പെട്ടു. PWD എഞ്ചിനീയർ പിറ്റേ ദിവസം വന്ന് അവരെല്ലാം നോക്കിക്കണ്ടു. അപ്പോൾ ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി ഈ റോഡിന് ഫണ്ട് വെച്ച് ചെയ്യുമെന്നാണ് PWD എഞ്ചിനീയർ ഞങ്ങൾക്ക് തന്ന വാക്ക്. അപ്പോൾ അതുപോലെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ MLAയെ സമീപിച്ചത്. MLA അത് പ്രകാരം എഞ്ചിനീയറെ ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപകട ഭീതിയെ തുടർന്ന് കാൽനടയാത്രക്കാരുൾപ്പെടെ ഭീതിയോടെയാണ് ഇതുവഴി പോകുന്നത്. ഇപ്പോൾ സുരക്ഷയ്ക്കായി കുറച്ച് ടാർവീപ്പകൾ റോഡരികിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും അപകട സാധ്യത ഒഴിവാക്കുവാൻ പര്യാപ്തമല്ല. ബന്ധപ്പെട്ട അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ച് അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അധോലോക കുറ്റവാളിയും ഷാർപ്പ് ഷൂട്ടറുമായ കലി യോഗീഷിന്റെ വലം കൈയായ കാസർഗോഡ് സ്വദേശി മയക്കുമരുന്നുമായി പിടിയിൽ. കാസർഗോഡ് മൊഗ്രാൽ നാങ്കി കടപ്പുറം സ്വദേശി അബ്ദുൽ അസീറിനെയാണ് മംഗളൂരു സിറ്റി ക്രൈം ബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് 9 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന അബ്ദുൽ അസീർ നന്ദൂരിൽ നിന്നുമാണ് മയക്കുമരുന്നുമായി പിടിയിലായത്. മംഗളൂരുവിലെ അധോലോക നായകരിൽ പ്രധാനിയും ഷാർപ്പ് ഷൂട്ടറുമായ കലി യോഗേഷിന്റെ കൂട്ടാളിയെ മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് മയക്കുമരുന്നുമായി അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് മൊഗ്രാൽ നാങ്കി കടപ്പുറം സ്വദേശി അബ്ദുൽ അസീർ എന്ന സദ്ദു എന്ന മായയെയാണ് നന്ദൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 5 ലക്ഷം രൂപ വിലമതിക്കുന്ന 53 ഗ്രാം MDMA പിടികൂടിയതായി പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. കർണാടക പുത്തൂരിൽ രാജധാനി ജ്വല്ലറി കൊള്ളക്കേസിൽ പ്രതിയായ അബ്ദുൽ അസീറിനെതിരെ കാസർഗോഡ് ജില്ലയിലും കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു. 9 വർഷം മുൻപ് ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ഇയാൾ ഗൾഫിലടക്കം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് തിരിച്ചെത്തിയതെന്ന് കൂട്ടിച്ചേർത്തു. മംഗളൂരു പോലീസ് കമ്മീഷണർ അനുപം അഗർവാളിന്റെ നിർദ്ദേശാനുസരണം ഡെപ്യൂട്ടി കമ്മീഷണർമാരായ സിദ്ധാർത്ഥ് ഗോയൽ, K രവിശങ്കർ എന്നിവരുടെ മേൽനോട്ടത്തിൽ നടത്തിയ നീക്കത്തിലാണ് അബ്ദുൽ അസീർ പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദക്ഷിണ കന്നഡ ജില്ലയിലെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് സമീപം നേത്രാവതി പുഴ ശുദ്ധീകരിക്കുവാൻ 1000-ലധികം പേരുടെ ശ്രമദാനം. കർഷകരുടെ ജീവിതമായും ഭക്തരുടെ പുണ്യനദിയായും ഒഴുകുന്ന നേത്രാവതിയിൽ മാലിന്യം കുന്നുകൂടിയതോടെയാണ് ശുചീകരണം നടത്തിയത്. ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടി താലൂക്കിലെ ധർമ്മസ്ഥല ക്ഷേത്രം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പേർ ദിനംപ്രതി ദർശനത്തിനെത്തുന്ന സ്ഥലമാണ്. ഭക്തരിൽ ഭൂരിഭാഗവും ക്ഷേത്രത്തിന് സമീപത്തെ നേത്രാവതി സ്നാനഘട്ടത്തിലാണ് പുണ്യസ്നാനം നടത്തുന്നത്. ഇത്തരത്തിൽ ഭക്തർ പാപങ്ങൾ കഴുകിക്കളയുമ്പോൾ നേത്രാവതി നദിയാകട്ടെ പൂർണ്ണമായും മലിനപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഉപേക്ഷിച്ച വസ്ത്രങ്ങളും സോപ്പുകളുടെ കവറുകളും ഷാംപൂ ബോട്ടിലുകളും കുമിഞ്ഞുകൂടി പുഴ വലിയ രീതിയിലാണ് മലിനപ്പെട്ടത്. ഇത് പുഴയെ ആശ്രയിക്കുന്ന കർഷകരെയും ബുദ്ധിമുട്ടിലാക്കി. ഈ സാഹചര്യത്തിലാണ് ബെൽത്തങ്ങാടിയിലുള്ളവർ നേത്രാവതി ശുചീകരണ ക്യാമ്പയിനുമായി മുന്നോട്ട് വന്നത്. തുടർന്ന് 1000-ലധികം പേർ നേത്രാവതി സ്നാനഘട്ടത്തിൽ ബൃഹത്തായ രീതിയിൽ ശുചീകരണം നടത്തുകയായിരുന്നു. ಸ್ವಚ್ಛತೆ ಅನ್ನೋದು ದೇವಸ್ಥಾನದಲ್ಲಿ ದಿನ ಬೆಳಗಾದರೂ ಎಲ್ಲರೂ ಕೂಡ ಎಲ್ಲ ಕಡೆಯಲ್ಲಿ ಮಾಡ್ತಾರೆ. ಆದರೆ ಇಲ್ಲಿ ಒಂದು ವಿಶೇಷತೆ ಏನು ಅಂತ ಹೇಳಿದರೆ ತುಂಬ ಜನ, ಸಾವಿರಾರು ಜನ ಭಕ್ತಾದಿಗಳು ಈ ನೇತ್ರಾವತಿಯ ಸ್ನಾನಘಟ್ಟದಲ್ಲಿ ಬಂದು ಅವರು ಸ್ನಾನ ಮಾಡಿ ದೇವರ ದರ್ಶನವನ್ನು ಮಾಡ್ತಾರೆ. ಆದರೆ ಸ್ನಾನಕ್ಕೆ ಬರಬೇಕಿದ್ರೆ ಅವರು ಉಪಯೋಗ ಮಾಡಿದಂಥ ಬಟ್ಟೆಗಳನ್ನು ಒಂದು ನಂಬಿಕೆ ಇರ್ತದೆ, ಭಕ್ತಾದಿಗಳೊಂದು ನಂಬಿಕೆ ಉಂಟು. ಯಾಕಂದರೆ ನಾವು ಏನಾದರೂ ಈ ಬಟ್ಟೆಗಳನ್ನು ಹಾಕಿದ ಕೂಡ ನಮ್ಮ ಪಾಪ ಪರಿಹಾರ ಆಗ್ತಾ ಇದೆ. ಆ ದೃಷ್ಟಿಯಲ್ಲಿ ಬಂದಂಥ ಭಕ್ತಾದಿಗಳೇನು ನಾವು ಸ್ನಾನ ಮಾಡಿ ಹೋಗುವಾಗ ಅವರು ತೊಟ್ಟುಕೊಂಡಂಥ ಹಳೆ ಬಟ್ಟೆಗಳೇನುಂಟು ಅದನ್ನು ನೀರಲ್ಲಿ ಹಾಕಿ ಮತ್ತು ದೇವರ ಫೋಟೋಗಳು ಇರ್ಬೋದು, ಇನ್ನಿತರ ಮನೆಯಲ್ಲಿ ಭಕ್ತಿಗಾಗಿ ಇಟ್ಟಂಥ, ನಂಬಿಕೆಗಾಗಿ ಇಟ್ಟಂಥ ವಸ್ತುಗಳಿರ್ಬೋದು, ಕೂದಲು ಇರ್ಬೋದು, ಮತ್ತು ನೂಲುಗಳಿರ್ಬೋದು, ಬೇರೆ ಬೇರೆ ವಸ್ತುಗಳನ್ನು ಇಲ್ಲಿ ಬಂದು ಹೊಳೆಯಲ್ಲಿ ಬಿಟ್ಟು ಹೋಗ್ತಾರೆ. ಆದರೆ ಅವರ ಪಾಪವನ್ನು ಪರಿಹಾರ ಮಾಡಿ ಹೋಗುವಂಥ ಅವರ ನಂಬಿಕೆ ಇರ್ಬೋದು. ಆದರೆ ಅವರ ನಂತರ ಬರುವಂಥ ಭಕ್ತಾದಿಗಳು ಇಲ್ಲಿ ಸ್ನಾನ ಮಾಡುವಾಗ ಅವರಿಗೆ ಕಷ್ಟ ಆಗ್ತಾ ಉಂಟು. ಯಾಕಂದರೆ ಸ್ನಾನ ಮಾಡಿ ಅವನ ಮೇಲೆ ಬರಬೇಕಿದ್ರೆ ಆ ಬಟ್ಟೆಗಳು ಅವನ ತಲೆಯಲ್ಲಿಯೋ ಹೆಗಲಲ್ಲಿಯೋ ಸಿಕ್ಕಿಕೊಡ್ತದೆ. ಆದ ಕಾರಣ ನಾವು ಇವತ್ತು ಸ್ವಚ್ಛತೆ ಮಾಡೋ ಜೊತೆಗೆ ನಾವು ಒಂದಷ್ಟು ಬಂದಂಥ ಭಕ್ತಾದಿಗಳಲ್ಲಿ ವಿನಂತಿ ಮಾಡೋ ಕೆಲಸವನ್ನು ಕೂಡ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ആരാധനാലയങ്ങളുടെ പരിധിയിലുള്ള നദികളുടെ 500 മീറ്ററിനുള്ളിൽ ഷാംപൂ, സോപ്പ് എന്നിവയുടെ വിൽപ്പന നിരോധിക്കാനും ഭക്തർ സ്നാനഘട്ടത്തിന് സമീപം വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും ദിവസങ്ങൾക്ക് മുൻപ് വനം പരിസ്ഥിതി മന്ത്രി ഈശ്വര ബി ഖണ്ഡ്രെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ശുചീകരണം. നേത്രാവതി പുഴയിൽ നിന്നും കരയിൽ നിന്നുമായി വസ്ത്രങ്ങളുടെയും സോപ്പ്, ഷാംപൂ പാക്കറ്റുകളുടെയും കൂമ്പാരം തന്നെ കണ്ടെത്തി. ബെൽത്തങ്ങാടി പോലീസ് വകുപ്പിന്റെയും STM കോളേജ് വിദ്യാർത്ഥികളുടെയും സഹകരണവും ശുചീകരണത്തിനുണ്ടായിരുന്നു.
ಅಂದರೆ ಧರ್ಮಸ್ಥಳ ಅನ್ನುವಂಥದ್ದು ಒಂದು ವರ್ಲ್ಡ್ ವೈಡಿಂದ ಬರುವಂಥದ್ದು ಇದೆ ಇಲ್ಲಿಗೆ. ಸೊ ಇಲ್ಲಿನ ಜನರು ಏನು ಕಂಪ್ಲೇಂಟ್ ಹೇಳ್ತಾರೆ ಅಂತಂದರೆ, ಬೇರೆ ಕಡೆಯಿಂದ ಬರುವವರು ಇಲ್ಲಿನ ಸಂಸ್ಕೃತಿಯನ್ನು ಅಂದರೆ ಸ್ವಚ್ಛತೆಯನ್ನು ಇಟ್ಕೊಳ್ಳೋದಿಲ್ಲ, ಹಾಳು ಮಾಡ್ತಾರೆ, ಇದರಿಂದ ನಮಗೆ ತೊಂದರೆ ಆಗ್ತದೆ ಅಂತ ಹೇಳ್ತಾರೆ. ಸೊ ಅದಕ್ಕೆ ಬಂದವರು ಹೋದ ಜಾಗವನ್ನು ಹಾಳು ಮಾಡದೆ ನೀಟ್ನೆಸ್ಸನ್ನು ಅಲ್ಲಿ ಮೇಂಟೈನ್ ಮಾಡಬೇಕು. ಎಲ್ಲ ಕಡೆ ಕಸದ ಬುಟ್ಟಿಗಳನ್ನೆಲ್ಲ ಇಟ್ಟಿರ್ತಾರಲ್ಲ, ಸೊ ಅದೆಲ್ಲ ಪ್ರೊವೈಡ್ ಮಾಡಿರುವಾಗ ಅದನ್ನೆಲ್ಲ ಯೂಸ್ ಮಾಡಿಕೊಂಡು ಅಲ್ಲೇ ಅವರ ಹಳೆ ಬಟ್ಟೆಗಳನ್ನು ಇರ್ಬೋದು, ಅಥವಾ ಇವಾಗ ನಾವಲ್ಲಿ ಸೋಪೆಲ್ಲ ಸುಮಾರಷ್ಟಿತ್ತು, ಒಂದೊಂದು ರಾಶಿ, ಅದೆಲ್ಲ ಬರೀ ಒಂದೊಂದು ದಿನದ್ದು, ಒಂದು ಹೊತ್ತಿಂದು. ಸೊ ಹೀಗೆ ಆಗುವಾಗ ಒಂದು ವಾರದಲ್ಲಿ ಎಷ್ಟಿರ್ಬೋದು ಅಥವಾ ಒಂದು ತಿಂಗಳಲ್ಲಿ ಎಷ್ಟಿರ್ಬೋದು, ಅದನ್ನೆಲ್ಲ ಸ್ವಲ್ಪ ಗಮನ ವಹಿಸಬೇಕು. ಅದರ ಬಗ್ಗೆ ಎಲ್ಲ ಬಂದವರು ಕೂಡ ಒಂದು ಜಾಗದಲ್ಲಿ ಹೇಗಿರಬೇಕು ಅನ್ನೋಂಥದ್ದು ಕೂಡ ಅದು ಅವರಿಗೆ ಕೂಡ ಅದು ಅಂದರೆ ಅವ್ರು മനതಟ್ಟು ಮಾಡಿಕೊಂಡು ಬರಬೇಕು. ಇನ್ನೊಂದು ಕಡೆ ಹೋಗಿ ಅದನ್ನು ಹಾಳು ಮಾಡುವಂಥದ್ದಲ್ಲ ಅನ್ನೋದು ನನ್ನ കൺസേൺ. പാപം കഴുകിക്കളയുമ്പോൾ പുണ്യനദികൾ മലിനമാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന സന്ദേശമാണ് ഈ ശുചീകരണം ഭക്തർക്ക് നൽകുന്നത്. ഇത്തരത്തിൽ അടുത്ത വർഷം ശുചീകരണം നടത്താനുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 2025-26 വർഷത്തെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 11,72,60,353 രൂപ ചിലവും 11,55,09,764 രൂപ വരവും കാണിക്കുന്ന ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മിയാണ് അവതരിപ്പിച്ചത്. 2025-26 വർഷത്തെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി അവതരിപ്പിച്ചു. 11,72,60,353 രൂപ ചിലവും 11,55,09,764 രൂപ വരവും കാണിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് വിഭവ ലഭ്യത പരിമിതമാണെന്ന് നമുക്ക് അറിയാം. എങ്കിലും മാർഗരേഖയിൽ നിന്നുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് ഏറ്റെടുക്കാവുന്ന നൂതനവും വൈവിധ്യവുമായ പദ്ധതികൾക്ക് വിവിധ മേഖലകളെ പരിഗണിച്ചും പ്രാധാന്യം അനുസരിച്ച് കൃത്യമായ അളവിൽ ബജറ്റിൽ തുക വകയിരുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ഈ ബജറ്റ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. ബജറ്റ് രേഖയോടൊപ്പം ലിംഗനീതി ഉറപ്പുവരുത്തുന്ന ജനറൽ ബജറ്റും നൂതനവും വ്യത്യസ്തവുമായ പദ്ധതികളെ സംബന്ധിച്ച പെർഫോമൻസ് ബജറ്റും ഓരോ മേഖലയിലെ പദ്ധതി വിഹിതവും ഈ ബജറ്റിൽ പ്രത്യേകം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം സുമേഷ് ബജറ്റ് രേഖ ഏറ്റുവാങ്ങി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ, പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി, കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി അജിത്, പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ അനിൽകുമാർ, വി വി സുനിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി രതില, കെ വല്ലി, ടി എസ് നജീബ്, എം കുഞ്ഞിരാമൻ, പി ബി ഷീബ, എം വി സുജാത, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ടി രാകേഷ്, ഹെഡ് അക്കൗണ്ടന്റ് ഇ പി വാസുദേവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഭാരതീയ അഭിഭാഷക പരിഷത്ത് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. അഭിഭാഷക പരിഷത്ത് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോടതികളിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഭാരതീയ അഭിഭാഷക പരിഷത്ത് കാസർഗോഡ് ജില്ലാ സമ്മേളനം അഭിഭാഷക പരിഷത്ത് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ സംസ്കാരത്തെ നശിപ്പിക്കാം, അതുവഴി ഭാരതത്തെ ഇല്ലാതെയാക്കാം എന്നതുപോലെ തന്നെയാണ് നിരക്ക് നശിപ്പിക്കുന്നത് ഒരു തലമുറയാണ്. ആ തലമുറ നശിപ്പിക്കുന്നതിലൂടെ ഈ രാജ്യത്തെ നശിപ്പിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത്. സാമ്പത്തിക ലാഭത്തിനപ്പുറത്തേക്ക് ഈ രാജ്യത്തേക്ക് കണക്കില്ലാതെ ഡ്രഗ്സ് കടത്തിവിടുന്ന വൈദേശിക ശക്തികൾ ഉദ്ദേശിക്കുന്നത് ഈ ഭാരതത്തിന്റെ നാശം തന്നെയാണ്. അതിനെയും ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അഭിഭാഷക പരിഷത്തിന്റെ ഓരോ പ്രവർത്തകരും, കാരണം അഭിഭാഷകർ എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഭരണഘടനാ പരമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നവരാണ്. ഭരണഘടനയിൽ മറ്റൊരു പ്രൊഫഷനെയും കുറിച്ചും പ്രതിപാദിച്ചിട്ടില്ല. ആകെ കൂടി പറഞ്ഞിട്ടുണ്ട് ലീഗൽ പ്രൊഫഷൻ എന്നുള്ളതിനെ. അപ്പൊ അത്തരത്തിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്ന ഒരു സമൂഹം നമ്മുടെ പൊതുസമൂഹത്തിലെ എല്ലാവർക്കും നീതി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്കൊരു ഉത്തരവാദിത്വം. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സി അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി രവീന്ദ്രൻ, സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് പി മുരളീധരൻ സ്വാഗതവും അഡ്വക്കേറ്റ് കെ എം ബീന നന്ദിയും പറഞ്ഞു. കാസർഗോഡ് ഹോസ്ദുർഗ് കോടതികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും പുതിയ കോടതി കെട്ടിടങ്ങളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി അഡ്വക്കേറ്റ് എ സി അശോക് കുമാറിനെയും വൈസ് പ്രസിഡന്റുമാരായി അഡ്വക്കേറ്റ് അനന്തരാം അപ്പി, അഡ്വക്കേറ്റ് അനിൽ കെ,
അഡ്വക്കേറ്റ് കുസുമായം എന്നിവരെയും തെരഞ്ഞെടുത്തു. സെക്രട്ടറിയായി അഡ്വക്കേറ്റ് നവീൻ രാജ് KJയെയും ജോയിന്റ് സെക്രട്ടറിമാരായി അഡ്വക്കേറ്റ് സൂര്യനാരായണ N, അഡ്വക്കേറ്റ് പ്രജിത് SK, അഡ്വക്കേറ്റ് അക്ഷത, ട്രഷററായി അഡ്വക്കേറ്റ് ഹർഷിതയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. DYFI പള്ളിപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സിവിൽ പോലീസ് ഓഫീസർ മധു കൊട്രച്ചാൽ വിഷയാവതരണം നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് DYFI പള്ളിപ്പാറ യൂണിറ്റ് വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. സിവിൽ പോലീസ് ഓഫീസർ മധു കൊട്രച്ചാൽ വിഷയാവതരണം നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ സൂക്ഷ്മതയോടെ കേൾക്കാത്തതാണ് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും കാരണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ബോധിപ്പിച്ചത്. സത്യമല്ലേ ഞാൻ പറഞ്ഞു? നമ്മൾ ആരുടെയോ ഒരു കാര്യത്തിന് അല്ലേ, ഏതോ ഒരു കാര്യത്തിന് ഇത്ര നെർവസ് ആയിട്ട് നമ്മൾ ആ കഥ കേൾക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിന് ഇത്ര അല്ലേ നമ്മൾ കേൾക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് കേൾക്കാൻ മനസ്സില്ല എന്നുള്ളത് കൊണ്ടാണ് പല വീടുകളിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം വന്ന് തുടങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ വരുന്നത് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഏറ്റവും കൂടുതൽ കുട്ടികൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് മഞ്ചേശ്വരം എന്നുള്ളത്. പല ആൾക്കാരെയും കാണാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 10, 20, 25 ആൾക്കാരെ, കുട്ടികളെ അടക്കം ആൾക്കാരെ ഈ പറയുന്ന ജനുവരി മുതൽ ഈ പറയുന്ന ഇന്ന് ഈ ദിവസം വരെ എനിക്കവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ K സുകുമാരൻ, DYFI ചീമേനി ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് അഭിരാമി, മേഖലാ ട്രഷറർ സുദിൻ പള്ളിപ്പാറ, CPIM പള്ളിപ്പാറ ബ്രാഞ്ച് സെക്രട്ടറി രാകേഷ് M, DYFI യൂണിറ്റ് സെക്രട്ടറി വിജില, യൂണിറ്റ് പ്രസിഡന്റ് അഭിനന്ദ് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് പരിധിയിലെ ലഹരി വിപത്തുകളെ തടയാൻ ജാഗ്രതാ സമിതി രൂപീകരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം പുച്ചത്ത് ബയലിൽ നടന്ന ലഹരി ബോധവൽക്കരണ റാലി ശ്രദ്ധേയമായി. റാലിയിൽ നിരവധി നാട്ടുകാർ അണിനിരന്നു. മഞ്ചേശ്വരം ജനമൈത്രി ബീറ്റ് ഓഫീസർ മധു കരക്കടവത്ത് ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ മഞ്ചേശ്വരം പുച്ചത്ത് ബയലിൽ നടന്ന ബോധവൽക്കരണ റാലി ലഹരിക്കെതിരെയുള്ള മികച്ച പ്രതിരോധമായി മാറി. ലഹരിയുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വിശദീകരിക്കുന്നതിനായി സംഘടിപ്പിച്ച റാലിയിൽ നാടൊന്നാകെ അണിനിരന്നു. പുച്ചത്ത് വയലിൽ നിന്ന് ആരംഭിച്ച് പ്രധാന വഴിയിലൂടെ റാലി മുന്നോട്ടു നീങ്ങി. വിവിധ സ്ഥാപനങ്ങൾ, സാമൂഹിക സംഘടനകൾ എന്നിവയുടെ പ്രതിനിധികളും റാലിയിൽ പങ്കെടുത്തു. മഞ്ചേശ്വരം ജനമൈത്രി ബീറ്റ് ഓഫീസർ മധു കരകടവത്ത് റാലി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു നാട് മുഴുവൻ എന്റെ നാട്ടില് ലഹരിയുടെ ആവശ്യമില്ല എന്ന് കണ്ടുകൊണ്ട് ഒരു നാട് മുഴുവൻ ഇതിനെതിരെ പ്രതികരിക്കാനും ആ പ്രതികരണം നാട്ടിൽ വിളംബരം ചെയ്യാനും എടുത്ത ഈ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് കേരള പോലീസ് ആ പോലീസിന്റെ സൈറ്റിൽ കൂടി ഇന്ന് തന്നെ ഞങ്ങളുടെ ഈ പറയുന്ന കേരളത്തിൽ ഒട്ടുമിക്ക സോഷ്യൽ മീഡിയകളിലും നമ്മൾ പരത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. നല്ലൊരു സന്ദേശം കൂടി ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ഒരു ബോർഡ് ഇവിടെ വെച്ചതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം അതിലുള്ള മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള എഴുതിയിട്ട ലേഖനങ്ങളൊന്നും ഞാൻ കിടക്കുന്നില്ല. തീർച്ചയായും ഈ ബോർഡ് വെക്കാനുള്ളൊരു ധൈര്യം ഈ നാട്ടുകാർ കാണിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്. റഹീം പുച്ചത്ത് ബയൽ, ഹസൻ ഉസ്താദ്, മജീദ് മച്ചമ്പാടി, സിദ്ദിഖ് ചൌക്കി, ഹമീദ്, മുസ്തഫ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. അബ്ദുറഹ്മാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെ ASI CK രതീഷ് മരണപ്പെട്ടു. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾ, വൃക്ക രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു രതീഷ്. തിങ്കളാഴ്ച ഡയാലിസിസ് നടത്തുവാനാണ് രതീഷ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയത്. ഡയാലിസിസ് കഴിഞ്ഞ ശേഷം കടുത്ത ക്ഷീണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പുലർച്ചെയോടെ ഹൃദയാഘാതമുണ്ടായതാണ് മരണകാരണം. നീലേശ്വരം പള്ളിക്കരയിലെ കൃഷ്ണൻ സാവിത്രി ദമ്പതികളുടെ മകനാണ്. ശ്രീലക്ഷ്മിയാണ് ഭാര്യ. ധ്വനി ഏക മകളാണ്. സഹോദരി സരിത. ബ്ലാക്ക് ക്യാറ്റ് ബള്ളൂരിൻ്റെ നേതൃത്വത്തിൽ ഗ്രാൻഡ് ഇഫ്താർ മീറ്റ് നടത്തി. നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി പേർ നോമ്പുതുറയിൽ പങ്കെടുത്തു. സാമൂഹിക, സാംസ്കാരിക, കാരുണ്യരംഗത്തും കായിക രംഗത്തും ജില്ലയിൽ തന്നെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ബ്ലാക്ക് ക്യാറ്റ് ബള്ളൂരിൻ്റെ നേതൃത്വത്തിൽ ഗ്രാൻഡ് ഇഫ്താർ സംഗമം നടത്തി. ബള്ളൂരിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. പുരുഷോത്തമ ബള്ളൂർ, CDS ചെയർപേഴ്സൺ ചന്ദ്രകല, സത്താർ ബള്ളൂർ, പ്രശാന്ത് കനില, റോബർട്ട് ഫൊറോവോ, ഹാരിസ് ബള്ളൂർ എന്നിവർ സംസാരിച്ചു. ഈട എല്ലാവരും സൗഹാർദ്ദത്തോടു കൂടി അതുമല്ലാതെ നമ്മളെ മുസ്ലിം അല്ലാതെ ഹിന്ദു, ക്രിസ്ത്യൻ
എല്ലാവരും ഇവിടെ ഉണ്ട്. ഈ പ്രദേശത്ത്, ഈ ബള്ളൂർ എന്ന പ്രദേശത്തും നല്ല രീതിയിലുള്ള ഒരു മതസൗഹാർദ്ദമാണ് ഉള്ളത്. അപ്പോൾ ഇത് കുറേ കാലമായി നമ്മളെല്ലാവരും കൂടിയിട്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിംകളും കൂടിയിട്ടുള്ള ഒരു പരിപാടിയായി നമ്മൾ ഇതിനെ മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് ബ്ലോക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. INTUC ജില്ലാ ട്രഷറർ MK മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരെ ജീവനക്കാരായി അംഗീകരിക്കുക, ഓണറേറിയം വർദ്ധിപ്പിച്ചു നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാഞ്ഞങ്ങാട് ബ്ലോക്ക് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും INTUC ജില്ലാ ട്രഷറർ MK മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് PV ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ, രാജൻ തെക്കേക്കര, നാരായണൻ മടിക്കൈ, ബാലകൃഷ്ണൻ കിഴക്കുംകര, സിന്ധു ബാപ്പു, വിമലകൃഷ്ണൻ, TV ശ്യാമള, AK കോരൻ, ഗോപാലൻ പള്ളന്തട്ട, രമ വെള്ളിക്കോത്ത, പ്രേമ പുതിയകണ്ഠം, VV രാഘവൻ മേനിക്കോട്ട, ഷർമിള കല്ലംചിറ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. INTUC കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും കുഞ്ഞികൃഷ്ണൻ പുതുക്കൈ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് മണ്ഡലം കിറ്റ് വിതരണം ചെയ്തു. പ്രസിഡന്റ് ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് മണ്ഡലം യൂണിയൻ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ മെമ്പർമാർക്കും കിറ്റ് വിതരണം ചെയ്തു. പ്രസിഡന്റ് ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് കാസിം അധ്യക്ഷത വഹിച്ചു. കിറ്റ് വിതരണം ജില്ലാ പ്രസിഡന്റ് സൈനുദ്ദീൻ നിർവഹിച്ചു. കുഞ്ഞാമത് വെള്ളിക്കോത്ത്, ഹൈദർ അലി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി അബൂബക്കർ സ്വാഗതവും ട്രഷറർ അബ്ദുൾ റഹ്മാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാതല നേതൃത്വ പരിശീലന ക്യാമ്പും തിരിച്ചറിയൽ കാർഡ് വിതരണവും ജോസഫ് ചെറിയാൻ അനുസ്മരണവും നടന്നു. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങോത്ത് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാതല നേതൃത്വ പരിശീലന ക്യാമ്പും തിരിച്ചറിയൽ കാർഡ് വിതരണവും ജോസഫ് ചെറിയാൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. 25 വർഷം മുമ്പുള്ള കല്യാണ ആൽബം ഡിസൈൻ ചെയ്യുന്നതുപോലെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് അത് ഔട്ട്ഡേറ്റഡ് ആണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തെ ഡിജിറ്റലായിട്ടുള്ള ആളുകൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഏത് കാലത്തും മുന്നിട്ട് നിൽക്കാം എന്നുള്ളതാണ്. നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇത്രയും ആളുകൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റുഡിയോ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് ചിന്തിക്കുന്നു. ഇന്ത്യ 320 കോടിയുടെ പ്രതിവർഷ ഫോട്ടോഗ്രാഫി നടക്കുന്ന ഒരു യൂണിറ്റിൻ്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം. 320 കോടി ഫോട്ടോഗ്രാഫിക്ക് മാത്രം റെക്കോർഡ് കണക്കാണ്. AKPA സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. AKPA ജില്ലാ പ്രസിഡന്റ് TV സുഗുണൻ അധ്യക്ഷത വഹിച്ചു. JCI ട്രെയിനർ ഡോക്ടർ P സന്തോഷ് നേതൃത്വ പരിശീലന ക്ലാസ് എടുത്തു. പോലീസുമായി സഹകരിച്ച് AKPA നടത്തുന്ന ട്രാഫിക് ബോധവൽക്കരണത്തിന്റെ ബ്രോഷർ പ്രകാശനം ബാബു പെരിങ്ങേത്ത് നിർവഹിച്ചു. സജീഷ് മണി, ഹരീഷ് പാലക്കുന്ന്, പ്രശാന്ത് തൈക്കടപ്പുറം, സുനിൽകുമാർ PT, അനൂപ് ചന്ദേര, വേണു VV, NK പ്രജിത്ത്, സുധീർ K, ഷെരീഫ് റേമാട്ട്, ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി എന്നിവർ സംസാരിച്ചു. AKPA ജില്ലാ സെക്രട്ടറി VN രാജേന്ദ്രൻ സ്വാഗതവും AKPA ജില്ലാ PRO രാജീവൻ സ്നേഹ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പൈവളികയിലെ 15-കാരിയുടെ മരണം കൊലപാതകമാണോ എന്ന് പരിശോധിക്കണമെന്ന് ഹൈക്കോടതി. ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് വ്യാഴാഴ്ച ഹാജരാക്കണമെന്നും നിർദ്ദേശം. ചൗക്കി കമ്പാർ റോഡിലെ ദൊഡ്ഡിയിലെ അപകട മേഖല കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് സന്ദർശിച്ചു. MLAയുടെ നിർദ്ദേശപ്രകാരം PWD അസിസ്റ്റന്റ് എഞ്ചിനീയറും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. കലി യോഗീഷിന്റെ വലം കൈയായ കാസർഗോഡ് സ്വദേശി മയക്കുമരുന്നുമായി പിടിയിൽ. മൊഗ്രാൽ നാങ്കി കടപ്പുറം സ്വദേശി അബ്ദുൽ അസീറിനെയാണ് മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ധർമ്മസ്ഥല ക്ഷേത്രത്തിന് സമീപം നേത്രാവതി പുഴ ശുദ്ധീകരിക്കുവാൻ 1000-ലധികം പേരുടെ ശ്രമദാനം. പുഴയിൽ മാലിന്യം കുന്നുകൂടിയതോടെയാണ് ശുചീകരണം നടത്തിയത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 11,72,60,353 രൂപ ചിലവും
11,55,9,764 രൂപ വരവും കാണിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി അവതരിപ്പിച്ചത്. ഭാരതീയ അഭിഭാഷക പരിഷത്ത് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.